ഇന്ത്യയും അമേരിക്കയും കൈകോർത്തപ്പോൾ നേട്ടം ഇരട്ടിയായി. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാർ വിജയകരമായി വിക്ഷേപിച്ചു. ഒന്നിച്ചു നിന്നാൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും പല കാര്യങ്ങളിലും മാറ്റം കുറിക്കാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നിസാറിന്റെ പ്രധാന ദൗത്യം. ISROയും നാസയും സംയുക്തമായി നടത്തുന്ന ആദ്യ ഉപഗ്രഹ വിക്ഷേപണമാണിത്. ഇന്ത്യയുടെ GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. 743 കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണപഥത്തിലൂടെയാണ് നിസാർ ഭൂമിയെ ചുറ്റുക. ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥലത്തിന്റെയും വിവരങ്ങൾ 12 ദിവസത്തെ ഇടവേളയിൽ രേഖപ്പെടുത്താൻ നിസാറിനെ നിരീക്ഷണ ഉപകരണങ്ങൾ കഴിയും. ലോകത്ത് തന്നെ ഏറ്റവും ചിലവേറിയ ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ ഒന്നാണ് നിസാറിന്റേത്. $150 കോടി, അതായത് 13,000 കോടി രൂപയാണ് ചിലവ്. ഇതിൽ 788 കോടി രൂപയാണ് ഇന്ത്യ മുടക്കുന്നത്. ഏറ്റവും വലിയ ഇൻഡോ-US ഉപഗ്രഹ ദൗത്യങ്ങളിൽ ഒന്നാണിത്. ഭൂമിയുടെ അഭൂതപൂർവമായ വിശദാംശങ്ങളോട് കൂടിയ ത്രിമാന ദൃശ്യം നൽകുന്ന ആദ്യത്തെ ഉപഗ്രഹമാണിത്. ഓരോ 12 ദിവസത്തിലും 2 തവണ ഭൂമിയിലെ പ്രദേശങ്ങൾ പൂർണ്ണമായി സ്കാൻ ചെയ്യുകയും ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങളിലൂടെ 1 സെന്റിമീറ്റർ വരെയുള്ള ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കുകയും ചെയ്യും. മുൻപ് നാസയുടെ ഒരു ഉപഗ്രഹത്തിനും സാധിക്കാത്ത തലത്തിൽ ഇത് ഭൗമ നിരീക്ഷണ വിവരങ്ങൾ ശേഖരിക്കും. കാലക്രമേണ ഭൂമിയിലെ കരയും സമുദ്രങ്ങളും എങ്ങനെ മാറുന്നു എന്നതിന്റെ വിശദമായ രേഖ ഉപഗ്രഹം നൽകും. ഇത് കാലാവസ്ഥാ ഗവേഷണത്തിന് ഊർജം പകരും. മണ്ണിടിച്ചിൽ, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നോടിയായുള്ള ലക്ഷണങ്ങൾ കണ്ടെത്താൻ ഈ വിവരങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിക്കും. അതുവഴി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും തയ്യാറെടുപ്പുകൾ നടത്താനും സാധിക്കും. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ ഒന്നാണിത്. ഇതിനായി L-ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, ഒരു ഹൈ റേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സബ് സിസ്റ്റം, GPS റിസീവറുകൾ, വിന്യസിക്കാവുന്ന 12 മീറ്റർ ആന്റിന എന്നിവ നാസയാണ് നൽകിയത്. ISRO ആകട്ടെ S-ബാൻഡ് SAR പേലോഡ്, 2 പേലോഡുകളും ഉൾക്കൊള്ളാനാകുന്ന ബഹിരാകാശ പേടകം, GSLV റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് മറ്റ് സേവനങ്ങൾ എന്നിവയാണ് നൽകിയത്. ഈ ബഹിരാകാശ പേടകം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് മൈക്രോവേവ് സിഗ്നലുകൾ അയക്കുകയും 12 മീറ്റർ വിസ്താരമുള്ള റഡാർ ആന്റി റിഫ്ലക്ടറിൽ അവയുടെ പ്രതിഫലനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി നിസാറിന്റെ പ്രധാന ദൗത്യ കാലയളവിൽ പ്രതിദിനം ഏകദേശം 80 ടെറാബൈറ്റ് ഡേറ്റ ലഭിക്കും. ഈ വിവരങ്ങൾ ക്ലൗഡ് വഴി പ്രോസസ് ചെയ്യുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യും. ഭൂമിയിലെ ഏതാനും മില്ലിമീറ്ററുകളുടെ ചലനം പോലും നിസാറിന് നിരീക്ഷിക്കാൻ സാധിക്കും. മറ്റൊരു ഭൗമ നിരീക്ഷണ ദൗത്യത്തിനും ഇത്രയും സൂക്ഷ്മതയും ആവൃത്തിക്കും നൽകാൻ കഴിയില്ല. നാസയിലെ നിസാർ പ്രോഗ്രാം സയന്റിസ്റ്റ് ജെറാൾഡ് ബൗളർ പറഞ്ഞു. അതേസമയം ട്രംപിന്റെ ചില നിലപാടുകളാണ് ഇന്ത്യയെ രോഷാകുലരാക്കുന്നത്. ഇന്ത്യയെ കൈയടക്കാനും ആധിപത്യം നേടാനുമുള്ള ശ്രമങ്ങൾക്കെതിരെയാണ് വിമർശനങ്ങൾ പരക്കെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ-US വ്യാപാര കരാർ ഇതുവരെ അന്തിമമായിട്ടില്ല. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നും പരസ്പര താരിഫ് ഏർപ്പെടുത്താനുള്ള ഓഗസ്റ്റ് 1 സമയപരിധി 2 ദിവസം മാത്രം ബാക്കിയാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. ചർച്ചകൾ തുടരുകയാണെന്നും ചർച്ചകൾ ധാരണയിൽ എത്തിയില്ലെങ്കിൽ ഇന്ത്യ 25% വരെ ഇറക്കുമതി തീരുവ നേരിടേണ്ടി വരുമെന്ന് സൂചന നൽകിക്കൊണ്ട് ട്രംപ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ സ്കോട്ട്ലാൻഡിൽ ചെലവഴിച്ച US പ്രസിഡന്റ് പറഞ്ഞു. അവിടെ അദ്ദേഹം ഗോൾഫ് കളിക്കുകയും വർക്കിംഗ് മീറ്റിംഗുകൾ നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.